പാലക്കാട് വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. രാഷ്ട്രീയ ധാരണയുണ്ടാക്കിയെന്ന സൂചന നൽകി മുതിർന്ന ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ എം.എൽ.എ. സ്ഥാനം രാജിവെച്ച വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. കോൺഗ്രസ് രഹസ്യബന്ധമുണ്ടാക്കുന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ ചർച്ചയാകുന്നത്. ഷാഫി പറമ്പിൽ എം.പി. ഒഴിവുവരുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഏതുവിധേനയും നിയമസഭയിലേക്ക് ഒരംഗത്തെ എത്തിക്കാനുള്ള അവസരമായാണ് ബി.ജെ.പി. കാണുന്നത്. ഇതിനുള്ള നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആരംഭിച്ചതായി ബി.ജെ.പി. നേതൃത്വം തന്നെ രഹസ്യമായി അംഗീകരിക്കുന്നുമുണ്ട്. പാലക്കാട് മണ്ഡലത്തിലെ എം.എൽ.എ. സ്ഥാനം രാജിവെച്ച് വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. കോൺഗ്രസ് രഹസ്യബന്ധമുണ്ടാകുമെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. തൃശൂർ ലോക്സഭാ വിജയത്തിന് ശേഷം എന്ത് നീക്കുപോക്ക് നടത്തിയാണെങ്കിലും നിയമസഭയിലേക്ക് ഒരംഗത്തെ എത്തിക്കുക എന്നത് ബി.ജെ.പി. നേതൃത്വത്തിൻ്റെ തന്നെ അഭിമാന പ്രശ്നമാണ്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിമാർക്ക് പാലക്കാട് ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ മുതിർന്ന ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ പ്രസക്തമാകുന്നത്. വരാനിരിക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള കളിയെന്നാണ് ശോഭാ സുരേന്ദ്രൻ തുറന്നു പറഞ്ഞത്. നമ്മളിന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് കാണുന്നത് ഒരു പരസ്പരമുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കളി മാത്രമാണ്. ബി.ജെ.പി. നേതാക്കളുമായി ഷാഫി പറമ്പിലിന് രഹസ്യബന്ധമുണ്ടെന്ന ആരോപണം ഉന്നയിച്ചത് യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് സദ്ദാം ഹുസൈനാണ്. പിന്നെ ബി.ജെ.പി. ആയിട്ട് പല അന്തർധാരയുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ പല കാര്യങ്ങളും എവിഡൻസ് സഹിതം നമ്മുടെ കയ്യിലുണ്ട്. പാലക്കാട് നഗരത്ത് 28 സീറ്റിലേക്ക് ബി.ജെ.പി. എത്തിയ ചരിത്രം നിങ്ങൾ പരിശോധിച്ചോ? എന്നാൽ സദ്ദാം ഹുസൈൻ്റെ ഈ വാക്കുകളെ ഷാഫി പറമ്പിലിനായി പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നതും പ്രസക്തമാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.